വെൽക്കം റഹ്മാനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ബഫറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ബഫർ സൊല്യൂഷൻ എന്താണ്, അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈപ്സിനെ പറ്റി പറയണം. ദെൻ എന്താണ് ബഫർ ആക്ഷൻ എന്താണ് എന്ന് പറയണം. ആൻഡ് ബഫർ ഇക്വേഷനെ കുറിച്ചിട്ട് പറയണം. ദെൻ ഓൾസോ അബൌട്ട് ബഫറിംഗ് കപ്പാസിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാൻ. സോ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ: ബഫർ സൊല്യൂഷൻ ടൈപ്സ്, ബഫർ ആക്ഷൻ, ഇക്വേഷൻ ആൻഡ് ബഫറിംഗ് കപ്പാസിറ്റി. സോ ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയും. സോ നമ്മൾ ലാബിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ എവിടെയാണെങ്കിലും, ഈവൻ നമ്മുടെ ശരീരത്തിൽ തന്നെ ആയാൽ പോലും കുറച്ച് ആസിഡും ബേസും ഒക്കെ ചെന്നാലും pH നില മാറാതെ നിൽക്കണം. ഓക്കെ, സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ സർട്ടൻ pH. സോ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് ആവശ്യം വേണ്ടി വരും. അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് ബഫർ സൊല്യൂഷൻസ് ഓർ ബഫറിംഗ് ബഫർ സിസ്റ്റംസ് ആയിരിക്കും നമ്മൾ അപ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ബഫർ സൊല്യൂഷൻ എന്താണ് എന്ന് നമുക്ക് ആദ്യം പറയാം. നമ്മളൊരു ബീക്കറിൽ, ഇതൊരു ബീക്കർ ആണെങ്കിൽ ഈ ബീക്കറിനകത്ത് നമ്മളൊരു സൊല്യൂഷൻ എടുക്കുകയാണ്. സൊല്യൂഷൻ എടുത്തിട്ട് അതിന്റെ pH നമ്മൾ നോക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ pH നോക്കുന്നു, pH മാറിയിട്ടില്ല. ദെൻ നമ്മൾ കുറച്ച് ആസിഡ്, വേറൊരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക, അതിനകത്തേക്ക് കുറച്ച് ആസിഡ് ഒഴിച്ചു നോക്കുക. ദെൻ pH നോക്കുന്നു. ഓർ വി ആർ ആഡിങ് സം ബേസ്, ദെൻ വി ചെക്ക് ദ pH. സോ pH ഇതൊക്കെ ഒഴിച്ചിട്ടും pH മാറിയിട്ടില്ല എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ബഫർ സൊല്യൂഷൻ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ദിസ് എ ബഫർ സൊല്യൂഷൻ. സോ ചില സൊല്യൂഷന് കുറഞ്ഞ അളവിൽ ആസിഡ് ചേർത്താലും ബേസ് ചേർത്താലും ഡയലൂട്ട് ചെയ്താലും pH മാറാതെ നിൽക്കുന്നു. സോ ദിസ് pH ഈസ് മെയിൻറ്റെയിനിങ്. ഈ സൊല്യൂഷൻ അവയുടെ pH മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻസ് എന്ന് നമ്മൾ പറയുക. സോ ഒരു ഡെഫിനിഷൻ വേണം. ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ സൊല്യൂഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബഫർ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ വിച്ച് can resist to what? Change in pH. ഒരു pH ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എപ്പോഴാണ് ഇത് റെസിസ്റ്റ് ചെയ്യുന്നത്? ബൈ അഡീഷൻ ഓഫ്, ആഡ് ചെയ്യണം എന്ത്? സ്മോൾ എമൗണ്ട്സ്, ഒരുപാടൊന്നും ഒഴിച്ചേക്കരുത്. സ്മോൾ എമൗണ്ട്സ് ഓഫ് ആസിഡ്സോ ബേസോ അല്ലെങ്കിൽ ഡയലൂഷനോ ചെയ്താലും അങ്ങനെയുള്ളൊരു സൊല്യൂഷനെ ആണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ് pH, which can കഴിയണം മെയിൻറ്റെയിൻ ഇറ്റ് pH, അതേ pH തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. എപ്പോഴാണ്? ഫെയർലി കോൺസ്റ്റന്റ് ലെവൽ, ഒരേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. എപ്പോഴാണ്? ബൈ ദ അഡീഷൻ ഓഫ് ഇത് തന്നെ, ബൈ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട്സ് ഓഫ് ആസിഡ്സ് ഓർ ബേസ് ഓർ ഡയലൂഷൻ ഇസ് എ ബഫർ സൊല്യൂഷൻ. സോ എങ്ങനെ പറഞ്ഞാലും ദിസ് ടൈപ്പ് ഓഫ് സൊല്യൂഷനാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയാം. സോ ഇറ്റ്സ് എ സൊല്യൂഷൻ ആണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സെവറൽ ഇൻഗ്രീഡിയൻസ്, പല സാധനങ്ങളും ചേർന്ന ഒരു സബ്സ്റ്റൻസസ് ചേർന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയാം. ഉദാഹരണം നമ്മുടെ ബ്ലഡ് ഒരു വലിയ ബഫറാണ് അല്ലെ. pH 7.35 to 7.45 മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ബഫർ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ബഫർ ആണ് രണ്ടാമത്തെ കാര്യം പറയേണ്ടത്. ടൈപ്സ് ഓഫ് ബഫേഴ്സ്. ടൈപ്സ് 2 തരമുണ്ട്. 2 തരം ബഫർ ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും. ഒന്ന് ആസിഡ് ബഫറാണ്, രണ്ടാമത്തത് അപ്പൊ basic buffers. So there are 2 types, acid buffers and basic buffer. So first നമുക്ക് ആസിഡ് ബഫറിനെ കുറിച്ചിട്ട് പറയാം. ആസിഡ് ബഫർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വീക്ക് ആസിഡ് എടുക്കുക. ഓക്കെ, ദെൻ അതിന്റെ കൂടെ ഈ വീക്ക് ആസിഡിന്റെ ഒരു കോൺജുഗേറ്റ് ബേസിന്റെ സോൾട്ട് കൂടി എടുക്കുക. ഓക്കെ, സോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് പ്ലസ് അതിന്റെ കൂടെ രണ്ടും കൂടി ചേർക്കണം കേട്ടോ. വീക്ക് ആസിഡ് മാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ സോൾട്ട് മാത്രം എടുത്താൽ പോരാ, വീക്ക് ആസിഡും എടുക്കണം, അതിന്റെ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് വിത്ത് എ സ്ട്രോങ് ബേസ് നമുക്ക് എടുക്കാം. അപ്പൊ വീക്ക് ആസിഡ് അസെറ്റിക് ആസിഡ് ആണ് എന്ന് വിചാരിക്കുക. അസെറ്റിക് ആസിഡ്. സോ അസെറ്റിക് ആസിഡിന്റെ ഒരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള സോൾട്ട് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ് ആണ്. സോ സോഡിയം അസെറ്റേറ്റ്. സോ സോഡിയം അസെറ്റേറ്റും അസെറ്റിക് ആസിഡും കൂടി ചേർന്നാൽ നമുക്കതൊരു ബഫർ സൊല്യൂഷൻ ആയി. സോ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബഫർ സൊല്യൂഷന്റെ ഈ അസെറ്റിക് ആസിഡ് പ്ലസ് സോഡിയം അസെറ്റേറ്റ് ബഫർ ഒരു ആസിഡ് ബഫർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അസിഡിക് ആയിരിക്കണം pH. ഇതിന്റെ pH 4.75 pH ആണ് ഇതിന്റെ pH. ഇതേപോലെ നമുക്ക് ബേസിക് ബഫർ ഉണ്ടാക്കാം. ബേസിക് ബഫർ ആണെങ്കിൽ അപ്പൊ എന്ത് വേണം? വീക്ക് ആസിഡിന് പകരം വീക്ക് ബേസ് ആയിരിക്കണം. വീക്ക് ബേസും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് സ്ട്രോങ് ആസിഡുമായിട്ടുള്ള ഒരു സോൾട്ട് ആയിരിക്കണം. സോ വീക്ക് ബേസ് എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH. അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് ആണ്. ദെൻ അതിന്റെ സോൾട്ട് ഇപ്പൊ അമോണിയം ക്ലോറൈഡ് HCl ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അമോണിയം ക്ലോറൈഡ് കിട്ടും, NH4Cl. സോ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് എ ബഫർ. നമുക്ക് ബഫർ കിട്ടും. എന്ത് തരം ബഫറാണ്? ഇറ്റ്സ് എ ബേസിക് ബഫർ ആണ്. അപ്പോൾ pH above 7
7 ആയിരിക്കണം. സോ ദ pH is 9.25. സോ വി ഗോട്ട് 2 ടൈപ്സ് ഓഫ് ബഫർ. ആസിഡ് ബഫർ കിട്ടി, pH ബഫർ കിട്ടി. സോ അപ്പൊ നമുക്ക് മൊത്തം ബഫറിന്റെ ക്യാരക്ടേഴ്സ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എ ഡെഫിനിറ്റ് pH, ഒരു pH റേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഡെഫിനിറ്റ് pH ഉണ്ട്. ഡെഫിനിറ്റ് pH ആൻഡ് pH ആ pH റേഞ്ചിൽ അത് സ്റ്റഡി ആയിട്ട് നിൽക്കും. ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ഓൺ ഡയലൂഷൻ. ഡയലൂഷൻ നടത്തിയാലും അഡീഷൻ ഓഫ് ആസിഡ്സ് ഓർ ബേസ് ചേർത്താലും ഈ pH ഡസ് നോട്ട് ചേഞ്ച്. pH മാറുന്നില്ല. ആൻഡ് കുറെ നാൾ സൂക്ഷിച്ചു വെച്ചാലും pH മാറുന്നില്ല. ഡസ് നോട്ട് ചേഞ്ച് തന്നെ വേണ്ടി എഴുതുക. ഓൺ കീപ്പിംഗ് ഫോർ ലോങ് ടൈം, ഇവിടെ നമുക്ക് ഡസ് നോട്ട് ചേഞ്ച് എന്ന് എഴുതാം. ആൻഡ് ദ pH is slightly altered, വളരെ കുറച്ച് രീതിയിൽ മാത്രമേ ഓൾട്ടർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഓൾട്ടറേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. സോ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഇൻ സൊല്യൂഷൻ ആണ് ബഫർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഉണ്ടാക്കാനായിട്ട് വീക്ക് ആസിഡും അതിന്റെ കോൺജുഗേറ്റ് സോൾട്ടും കൂടി ചേർക്കണം. വീക്ക് ബേസും അതിന്റെ കോൺജുഗേറ്റ് സോൾട്ടും ചേർത്താൽ ഇത് നമുക്ക് ആസിഡ് ബഫർ കിട്ടും, ഇത് നമുക്ക് ബേസിക് ബഫർ കിട്ടും. അപ്പൊ ഇനി നമുക്ക് ബഫറിംഗ് ആക്ഷൻ ആണ് പറയേണ്ടത്. സോ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സം അതർ ബഫേഴ്സ് കൂടി ഒന്ന് കണ്ടേക്കാം. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ബഫർ ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ബഫറിൽ HCl പ്ലസ് പൊട്ടാസ്യം ക്ലോർ. സോ ഇതിന്റെ pH എന്ന് പറയുന്നത് 1.2 to 2.2 ആണ് ഇതിന്റെ pH. ദെൻ ആസിഡ് ഫോസ്ഫേറ്റ് ബഫർ ഉണ്ട്. ഇത് നമ്മൾ HCl-ഉം അതിന്റെ കൂടെ പൊട്ടാസ്യം, ഹൈഡ്രജൻ, താലേറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇതിന്റെ pH എന്ന് വെച്ചാൽ 2.2 to 4 ആണ് ഇതിന്റെ pH. ദെൻ ഫേമസ് pH ബഫർ ആണ് ഫോസ്ഫേറ്റ് ബഫർ എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് ബഫർ ഉണ്ടാക്കാൻ നമുക്ക് പൊട്ടാസ്യം ഡൈ ഹൈഡ്രജൻ ഫോസ്ഫേറ്റും അതിന്റെ കൂടെ സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു pH 5.8 to 8. ഈ pH-ലുള്ള ഒരു ഫോസ്ഫേറ്റ് ബഫർ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു pH ബഫർ നമുക്ക് കിട്ടും. അത് നമ്മൾ ഫോസ്ഫേറ്റ് ബഫർ. ഇനി ഒരുപാട് സിട്രേറ്റ് ബഫർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ബഫറുകളാണ്. അപ്പൊ ഇനി നമുക്ക് ബഫറിംഗ് ആക്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ബഫറിംഗ് ആക്ഷൻ, ബഫർ ആക്ഷൻ എങ്ങനെയാണ് എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ബഫർ ആക്ഷൻ എങ്ങനെ, ദ മെക്കാനിസം, അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് pH മാറുന്നില്ല, ഇതാണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് ഒരു ബീക്കറിനകത്തൊരു സൊല്യൂഷൻ എടുക്കുന്നു. സോ സപ്പോസ് വി ആർ ആഡിങ് ആസിഡിക് ബഫർ. അസറ്റിക് ആസിഡ് CH3COOH ആണ് ആസിറ്റിക് ആസിഡ്. ദെൻ സോഡിയം അസറ്റേറ്റ് CH3COONA. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ബഫർ. സോ ഇറ്റ്സ് ആൻ ആസിഡിക് ബഫർ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുക. ഓക്കെ, എടുക്കാം. സോ ഇതിൽ അസറ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അസറ്റിക് ആസിഡ് നമുക്കറിയാം, അസറ്റിക് ആസിഡ് CH3COH ആണ്. അപ്പോൾ അത് ഉണ്ടാകുന്നത് CH3COO. ഓക്കെ, മൈനസ് പ്ലസ് H പ്ലസ്, ഞാൻ ഇപ്പുറത്തേക്ക് എഴുതിയോണ്ടാണ് ഇങ്ങനെ എഴുതുക. ഓക്കെ, സോ ഇറ്റ്സ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അയണൈസേഷൻ റിവേഴ്സിബിൾ ആണ്, ബിക്കോസ് ഇറ്റ്സ് എ വീക്ക് ആസിഡ് ആണ്. ആൻഡ് ഇതുണ്ടാവുമ്പോഴത്തേക്കും CH3COONA ആണ്. അവിടെയും ഉണ്ടാവുന്നുണ്ട് എന്ത്, CH3COO പ്ലസ് NA പ്ലസ്. സോ ഇത് രണ്ടും അവിടെ ഉണ്ടാവുന്നത്. സോ രണ്ടിൽ നിന്നും എന്തുണ്ടാവുന്നുണ്ട്, അസറ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് H പ്ലസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇതിൽ H പ്ലസ് ഇപ്പൊ 100 H പ്ലസ് ഉണ്ട് എന്ന് നമ്മൾ കരുതുക. അപ്പൊ ഈ സൊല്യൂഷനകത്ത് നമ്മൾ 100 H പ്ലസ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ ഇനി ഒരു 50 H പ്ലസ് ആഡ് ചെയ്യുകയാണ്. ഓർ വി ആർ ആഡിങ് ആൻ ആസിഡ് HCl ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിൽ 50 H പ്ലസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇപ്പൊ എത്രയായി, മൊത്തം 150 H പ്ലസ് ഇതിനകത്തുണ്ട്. 150 H പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും ആസിഡിറ്റി കൂടണം. സോ pH കുറയണം, അല്ലെ? pH കുറയുമ്പോഴാണ് ആസിഡ് ആവുക. സോ pH കുറയുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ സംഭവിക്കുന്നില്ല. സോ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുക. സോ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ 50 H പ്ലസ്, ഓക്കെ, ഇത് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അഡീഷണൽ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ ആഡ് ചെയ്തത് CH3COO ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. ബിക്കോസ് CH3CO ഇവിടെ നിന്നുണ്ടാവുന്നുണ്ട്, ഇവിടെ നിന്നുണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ദിസ് H പ്ലസ് ക്യാൻ ബൈൻഡ് വിത്ത് CH3COO. ഈ ആയതുകൊണ്ടാണ് നമ്മളിത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. സോ ഇങ്ങോട്ടേക്ക് റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ CH3COOH ആയിട്ട് മാറുന്നു. സോ ആഡ് ചെയ്ത H പ്ലസ് ആൻഡ് ഗെറ്റ് ന്യൂട്രലൈസ്. നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ 50 H പ്ലസ് ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു, pH മാറാതെ നിൽക്കുന്നു. ആൻഡ് ദ pH റിമെയിൻ അൺചേഞ്ച്ഡ്. ഇങ്ങനെയാണ് ബിക്കോസ് ഓഫ് ദിസ് അസറ്റേറ്റ് റിയാക്ട് വിത്ത് ദ ആഡഡ്. ഇത് ഉണ്ടായതല്ല, ആഡഡ് H പ്ലസ് ആയിട്ട് ചേർന്ന് അസറ്റിക് ആസിഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് pH മാറാതെ. ഇനി അടുത്ത കേസ്,
സോ നമ്മൾ ആദ്യം ആസിഡ് ആണ് ആഡ് ചെയ്തത്. ഇനി ഇതിനകത്തേക്ക് ബേസ് ആഡ് ചെയ്യാന്ന് വെക്കുക. ഹൈഡ്രോക്സിൽ അയോൺസ് ആഡ് ചെയ്യാന്ന് വരിക. സോ OH മൈനസ് ആകുമ്പോഴത്തേക്കും H+ ആയിട്ട് കമ്പയർ അല്ലെ, ദിസ് H+ ആയിട്ടായിരിക്കും. ഇവിടെ അസറ്റേറ്റ് ആയിട്ടാണ് കമ്പയർ ചെയ്തെങ്കിൽ ഇവിടെ H+ ആയിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് വാട്ടർ ആയിട്ട് മാറുന്നു. സോ OH അപ്പോൾ ആഡ് ചെയ്ത OH എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ആൽക്കലി ആണ് അല്ലെങ്കിൽ ബേസ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. ബേസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് വാട്ടർ ആയിട്ട് മാറുന്നു, കമ്പൈൻ ചെയ്യുന്നു ആൻഡ് ദിസ് ഗെറ്റ് ന്യൂട്രലൈസ്ഡ്. ഈ ആഡ് ചെയ്ത സംഭവം ന്യൂട്രലൈസ് ആയി പോകുന്നു. pH ഇപ്പോഴും സെയിം. pH ഓഫ് ദ ബഫർ റിമെയിൻ അൺചേഞ്ച്ഡ്. അഗെയിൻ ദ pH ഈസ് റിമെയിൻ അൺചേഞ്ച്. സോ ഇതാണ് ഇതിന്റെ ബഫറിന്റെ മെക്കാനിസം. ഇനി ഇത് തന്നെ ബേസിക് ബഫറിലാണെങ്കിൽ തിരിച്ചായിരിക്കും. ബേസിക് ബഫറിൽ ഇതിന് പകരം നമ്മൾ NH4OH ഉം NH4Cl ആണെങ്കിൽ തിരിച്ചായിരിക്കും. HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH ആയിട്ട് റിയാക്ട് ചെയ്യും അല്ലെ, നമ്മൾ OH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ ആയിട്ട് ആക്ട് ചെയ്യും. സോ രണ്ടും whatever it may be, this we will get neutralized. So ഇതാണ് pH മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ബഫറിന്റെ മെക്കാനിസം, ഓർ ദിസ് ഈസ് കോൾഡ് ആസ് ദ ബഫറിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് കാൽക്കുലേഷൻ ഓഫ് pH ആണ്. കാൽക്കുലേഷൻ ഓഫ് pH, ഓർ നമുക്കതിനെ ബഫർ സൊല്യൂഷന്റെ pH കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ബഫർ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. ബഫർ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാം. സോ നമ്മൾ അസറ്റിക് ആസിഡ് പറഞ്ഞു വെച്ചാൽ വീക്ക് ആസിഡ് ആണ്. സോ വീക്ക് ആസിഡിന്റെ ഡിസോസിയേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, നമുക്ക് വേറെ രീതിയിൽ എഴുതാം. നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്യാണ്. HA ഒരു വീക്ക് ആസിഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ വരയ്ക്കുക, H++A-. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത വീക്ക് ആസിഡ് നമ്മൾ എഴുതിയിരിക്കുകയാണ്. സോ ഇതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്കറിയാം. ഇക്വേഷൻ ഈസ് H+ കോൺസെൻട്രേഷൻ ഓഫ് H+A- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. ഇതാണല്ലോ ഇതിന്റെ ഇക്വേഷൻ. ആൻഡ് ഇത് നമുക്ക് മാറ്റി എഴുതാം. നമുക്ക് വേണ്ടത് K അല്ല, നമുക്ക് വേണ്ടത് pH ആണ് കാണേണ്ടത്. pH കാണണമെങ്കിൽ H+ മാറ്റി എഴുതാം. സോ H+ നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാവും, KA ഇൻറ്റു A മുകളിൽ വന്നു, ഓക്കെ, ഡിവൈഡഡ് ബൈ A-. ഇങ്ങനെ കിട്ടി. സോ ഈ A- നമുക്കറിയാം ഇത് വളരെ കുറവാണ്. ഇതിനകത്തുണ്ട് അധികവും A- ഉണ്ടാവുന്ന എവിടെ നിന്നാണ്? ബഫറിനെ കുറിച്ച് നമ്മൾ പറയാം. ബഫറിനകത്ത് മറ്റേ ആഡ് ചെയ്ത കോൺജുഗേറ്റ് സോൾട്ടിൽ നിന്നാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇത് ഡിസോസിയേഷൻ വളരെ കുറവാണ്. സോ ഈ A- നമുക്ക് ഇത് വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് ഇത് കോൺജുഗേറ്റ് ബേസിൽ നിന്നായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ സോൾട്ട് എന്ന് എഴുതും. നമുക്ക് ഇവിടെ സോൾട്ട് ആക്കി മാറ്റാം. സോ ഇക്വേഷൻ വീണ്ടും എഴുതുകയാണെങ്കിൽ H+ വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ, KA ഇൻറ്റു ആസിഡ്. HA എന്ന് പറയുന്നത് ആസിഡ് ആണെന്ന് നമുക്കറിയാം, ഡിവൈഡഡ് ബൈ സോൾട്ട്. ഇങ്ങനെ കിട്ടി ഈ ഇക്വേഷൻ. ഇനി pH എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് H+ ആണ് കിട്ടിയത്, H+ അല്ല pH. സോ pH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H+ ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് നെഗറ്റീവ് ലോഗ് H+ നമുക്കിവിടെ ഈ ഇക്വേഷനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? നെഗറ്റീവ് ലോഗ് H+. ഓക്കെ, അപ്പൊ ഒരു വശത്ത് മാത്രം ചേർത്താൽ പോരാ, ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ചെയ്യണം. നെഗറ്റീവ് ലോഗ് KA എന്ന് നമ്മൾ എഴുതേണ്ടി വരും. ലോഗ്, ഓക്കെ, ഇവിടെ വ്യത്യാസമൊന്നുമില്ല, ആസിഡ് ബൈ സോൾട്ട്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നെഗറ്റീവ് ലോഗ് H+ എന്ന് പറയുന്നത് pH ആണ്. ഓക്കെ, സോ pH ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. ഇവിടെ നെഗറ്റീവ് ലോഗ് KA എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് pKa ആണ്. സോ നെഗറ്റീവ് ലോഗ് pH ഈസ് ഈക്വൽ ടു pKa മൈനസ് ലോഗ്, ഇവിടെ വീണ്ടും ആസിഡ് ഡിവൈഡഡ് ബൈ സോൾട്ട്. ഇങ്ങനെ എഴുതാമല്ലോ. സോ ഇതൊന്നും കൂടി നമുക്ക് തിരിച്ചെഴുതാന്ന് വരിക. ഒന്നുകൂടി തിരിച്ചെഴുതി കഴിഞ്ഞാൽ pH ഈസ് ഈക്വൽ ടു pKa മൈനസ് കളഞ്ഞ് നമ്മൾ പ്ലസ് ആക്കുകയാണ്. ഓക്കെ, ലോഗ്. അപ്പൊ നമ്മൾ സോൾട്ട് മുകളിലേക്ക് എഴുതുക, സോൾട്ട് ഡിവൈഡഡ് ബൈ ആസിഡ് എന്നാണ്. ഓക്കെ, സോ തിരിച്ച് നമ്മൾ എഴുതിയപ്പോഴത്തേക്കും വി ഗെറ്റ് ആൻ ഇക്വേഷൻ. pH നമ്മൾ കണ്ടുപിടിക്കാം. pH ഈസ് ഈക്വൽ ടു pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ് എന്ന് കിട്ടും. സോ ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? Henderson-Hasselbalch ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വീണ്ടും പഠിക്കുമ്പോൾ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അപ്പോഴൊക്കെ നമ്മൾ വെറുതെ Henderson-Hasselbalch എന്ന് മാത്രമായിരിക്കും പറയാ. ഓക്കെ, സോ ഇത് ഈസ് ദ ഇക്വേഷൻ. pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ് എന്ന് കിട്ടും. ഇനി നമുക്കിത് ബേസിന്റെ ബഫർ ആണെങ്കിലോ, ബേസിന്റെ ബഫർ ആണെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്. pH എന്ന് പകരം നമ്മൾ POH എന്ന് എഴുതേണ്ടി വരും. pKaക്ക് പകരം pKb എന്നായിരിക്കും നമ്മൾ എഴുതുക, പ്ലസ് ലോഗ് സോൾട്ട്, ഓക്കെ, ബൈ ആസിഡിന് പകരം അപ്പോൾ ബേസ് എന്നായിരിക്കും നമ്മൾ എഴുതേണ്ടി വരും.
ഓക്കെ, സോ ഇങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് POH ആണ് കിട്ടുക, PH അല്ല കിട്ടുക. സോ POHും PHും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമെങ്കിൽ അതിൽ നിന്ന് PH കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 14ൽ നിന്ന് PH കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് POH കുറച്ച് കഴിഞ്ഞാൽ PH കിട്ടും, അല്ലെങ്കിൽ PH കിട്ടിക്കഴിഞ്ഞാൽ 14ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് POHും കിട്ടും. സോ PHും POHും ഇത് ബേസിനെ കുറിച്ചിട്ടാണ് പറയുക, ഇത് ആണ് ആസിഡിറ്റിയെ കുറിച്ച് പറയുക. സോ അതങ്ങനെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ബഫർ ആണെങ്കിലും നമുക്ക് സംഭവം പിടികിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബഫർ കപ്പാസിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് എന്താണ് ബഫർ കപ്പാസിറ്റി. ബഫർ കപ്പാസിറ്റി എന്താന്ന് പറയണം. സോ ഇതിന് പല പേരുകൾ കൂടി ഉണ്ട് കേട്ടോ. ബഫർ ഇൻഡെക്സ്, കപ്പാസിറ്റിക്ക് പകരം ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എഫിഷ്യൻസി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, കോഎഫിഷ്യന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്, വാല്യൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാം തന്നെ ഈ ബഫർ കപ്പാസിറ്റി തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ഒരു ബഫർ സൊല്യൂഷനിൽ കുറച്ച് ആസിഡ് ബേസ് ഒക്കെ ചേർത്താൽ അതിന്റെ pH മാറാതിരിക്കാനുള്ള കഴിവ് അല്ലെ, അതിനാണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവന് ഭയങ്കര കപ്പാസിറ്റി ആണെന്ന് വെച്ചാൽ അവൻ അങ്ങനെയൊന്നും തോപ്പിക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് എ മെഷർ ആണ്. മെഷർ ഓഫ് ഇറ്റ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസിസ്റ്റൻസ് ടു വാട്ട്? റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ pH. ചേഞ്ച് ഇൻ pH മാറാതിരിക്കാനുള്ള കഴിവാണ്. എപ്പോഴാണ്? ഓൺ അഡീഷൻ ഓഫ് ആസിഡോ ബേസോ ഒഴിച്ചു കഴിഞ്ഞാൽ മാറാതിരിക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾക്ക് ബഫർ കപ്പാസിറ്റി എന്ന് പറയാൻ പറ്റുക. ഓക്കെ, സോ ബഫർ കപ്പാസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുക ബീറ്റ എന്ന സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എത്ര ആസിഡ് എത്ര ബേസ് ആഡ് ചെയ്യണം നമ്മുടെ ബഫറിന്റെ pH ഒരു യൂണിറ്റ് മാറാൻ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാ. സോ ബഫർ കപ്പാസിറ്റി നമ്മൾ സാധാരണ അത് യൂണിറ്റ് വെച്ചിട്ടാണ് പറയുക. സോ ചേഞ്ച് ഇൻ pH നമുക്ക് ഡെൽറ്റ pH എന്ന് എഴുതാമല്ലോ, ഡെൽറ്റ pH എന്ന് വിളിക്കാം. എത്ര ആസിഡ് എന്നുള്ളതിന് ഡെൽറ്റ A എന്ന് എഴുതാം, എത്ര ബേസ് എന്നുള്ളതിന് ഡെൽറ്റ B എന്നായിരിക്കും നമ്മൾ. സോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ബീറ്റ ഡിനോട്ട് ചെയ്യുക. സോ എത്ര ആസിഡ് ഡെൽറ്റ A, എത്ര ബേസ് ഡെൽറ്റ B, എത്ര ചേഞ്ച് ഇൻ pH. ഓക്കെ, സോ നമ്മൾ B ഓർ ബഫർ കപ്പാസിറ്റി ഈക്വൽ ടു ഡെൽറ്റ A അല്ലെങ്കിൽ ഡെൽറ്റ B, നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് വേണം, ഡിവൈഡഡ് ബൈ ഡെൽറ്റ P. സോ ഡെൽറ്റ Aയും ഡെൽറ്റ Bയും ഓക്കെ നമ്മൾ സാധാരണ എക്സ്പ്രസ് ചെയ്യുക ഗ്രാം ഇക്വലന്റ് പെർ ലിറ്ററിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മില്ലിമോൾസ് പെർ ലിറ്ററിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ഡെൽറ്റ A ആൻഡ് ഡെൽറ്റ B. ഡെൽറ്റ pH നമുക്കറിയാം, pH ചേഞ്ച്. ഇപ്പോൾ ഒരു pH ചേഞ്ച് ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ pH ഈക്വൽ ടു 1 ആണ്. 2 ആണെങ്കിൽ ഡെൽറ്റ pH എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് വേണ്ട സ്പെസിഫൈഡ് pH അത് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ. എന്നിട്ട് നമുക്ക് ഇതിന്റെ മില്ലിമോൾസും കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ബഫർ കപ്പാസിറ്റി എന്താണെന്ന് പറയാം. സോ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം ബഫർ കപ്പാസിറ്റി ഓർ ബഫറിംഗ് കപ്പാസിറ്റി. ബഫറിംഗ് കപ്പാസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് റേഷ്യോ, ഇത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ റേഷ്യോ ഓഫ് ഇൻക്രിമെന്റ് ഓഫ് സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ ഓർ സ്ട്രോങ് ബേസ് എന്ത് ചെയ്യണം? ടു ബി ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, ടു ചേഞ്ച് ദ pH, ഡെൽറ്റ pHലേക്ക് ചേഞ്ച് ചെയ്യണം. ഡെൽറ്റ pH എന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈഡ് pHലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതാണ്. സോ ചെറിയ ചേഞ്ച് ആണോ, വലിയ ചേഞ്ച് ഒന്നുമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബഫർ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ചേഞ്ച് ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുക. ടു സ്മോൾ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സോ ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ മതി, ഡെൽറ്റ A ബൈ ഡെൽറ്റ pH ഓർ ഡെൽറ്റ B ബൈ ഡെൽറ്റ P. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബഫറിംഗ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. സോ ഒരു pH അളവ് മാറ്റാനായിട്ട് കൂടുതൽ ആസിഡ് ഒഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ബേസ് ഒഴിക്കണമെങ്കിൽ അപ്പം അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ സൊല്യൂഷന് ബഫറിംഗ് കപ്പാസിറ്റി കൂടുതലാണ് എന്നാണ് അർത്ഥം അല്ലെ. ഇറ്റ് ഈസ് റെസിസ്റ്റിംഗ് ടു ചേഞ്ച്. കൂടുതൽ ആസിഡ് ഒഴിച്ചു കൊടുത്താലേ മാറുന്നുള്ളൂ, കുറച്ച് ആസിഡിലൊന്നും മാറുന്നില്ല. സോ അവർ ബഫർ ഇസ് ഗുഡ് അല്ലെ, നല്ല ബഫറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊന്നും വേഗത്തിൽ pH മാറുന്നവനല്ല നമ്മുടെ ബഫർ എന്നാണ്, നമ്മൾ ഉണ്ടാക്കിയ ബഫർ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ബഫറിംഗ് കപ്പാസിറ്റി എന്ന് പറയും. സോ ബഫറിംഗ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ ആസിഡോ കൂടുതൽ ബേസോ ചേർത്താലും അത് പഴയ ലെവലിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കും. സോ അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത്, നമ്മൾ എല്ലാ ഹെഡിങ്സും പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി നമുക്ക് പറയാനുള്ള ബഫറിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.